അളിയാ ഇതിപ്പോ നമുക്ക് 3 ഉറുപ്പ്യോ 4 ഉറുപ്പ്യോ എത്ര വേണമെങ്കിലും എഴുതാം. അതെ എന്നാ പിന്നെ ഒരു 5 ഉറുപ്പ്യ എഴുതാം. 5 എഴുതാൻ പാടില്ല. 5 ഉറുപ്പ്യ എഴുതി കഴിഞ്ഞത് ആളുകൾ വിശ്വസിക്കില്ല ഈ ഫിഗർ. അപ്പൊ 5,16,280. അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ഒരു കണക്ക് എഴുതാവൂ. അങ്ങനെയാണെങ്കിൽ ഒരു 3.5 ഉറുപ്പ്യ അളിയ എടുക്കുക. അളിയൻ 3.5 ഉറുപ്പ്യ ഞാൻ എടുക്കുക. ബാക്കി 1.5 ഉറുപ്പ്യ അളിയന് തരിക. പിന്നെ ചില്ലറയും കൂടി അളിയ എടുത്തു. നഷ്ടക്കച്ചവടമാണിത്, എന്നാലും വേണ്ടിയില്ല. എന്ത് നഷ്ടം? അല്ല എങ്ങനെ ഇപ്പൊ നഷ്ടം പറ്റിയത് പറ. ഞാൻ പിന്നെയും പറയാണ് ഈ പരിപാടി വേണ്ട. എങ്ങനെയാളിയാ ഇങ്ങനെ ഒരു സാധന വീട്ടിൽ വന്നത്? എന്റെ പകുതി ബുദ്ധികൾക്ക് കിട്ടിയിട്ടില്ല സത്യമായിട്ടും. ഇവിടെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ അധ്വാനിച്ച് വെച്ച പൈസ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കാൻ ഒരു മടി അവൾക്കില്ല. എന്തൊരു സന്തോഷത്തിലാണ് കൊടുത്തിട്ടെന്ന് ആലോചിച്ചൊക്കെ. എനിക്ക് 10 രൂപ കിട്ടേണ്ട ഒരു കാര്യം വന്നപ്പോൾ അവളുടെ മുഖം നോക്കിയേ. ഏടി ഇത് ഗവൺമെന്റിന്ന് കാശ് എങ്ങനെ ഗവൺമെന്റ് കാശ് സ്വന്തമാക്കാന്ന് വിചാരിച്ച് നടക്കാണ് നാട്ടുകാർ. അതിന്റെ ഇടയിൽ ഒരു 10 ഉറുപ്പ്യ അളി ഉണ്ടാക്കി തരാന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കുത്തങ്ങോട്ട് കുത്തുകയുണ്ട്. ഇതേപോലത്തെ എഞ്ചിനീയർമാർ മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും. അത് മനസ്സിലാക്ക്. ജോലി പോയി കഴിയുമ്പോഴേ ഇവിടെ തന്നെ വന്ന് നിൽക്കേണ്ടി വരും. ഇങ്ങനൊരു സാധനമായി പോയില്ലോന്നാ ഞാൻ എനിക്ക് ഒരു വകതിരിവുമില്ല, ഒരു പിടിപ്പുമില്ല. വേറെ തന്നെ അത് ഇങ്ങനെ ആയത്. അങ്ങനെ ചെയ്യല്ലേ? അങ്ങനെ ചെയ്യാം. അങ്ങനെ തന്നെ 2 3.5 1.5 കേട്ടോ. ആ ചില്ലറ എടുത്തോ. ഇതിലാവട്ടെ. അപ്പൊ ചിറ്റപ്പ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ വീടിന്റെ മൂലയിൽ ഒരു ഇത്തിരി മണ്ണിടിഞ്ഞ് വീണിട്ടേ ഉള്ളൂ. ഇനി അതിന്റെ പേരില് എന്റെ ചേട്ടന്റെ മകൻ സത്യശീലൻ എനിക്ക് ലക്ഷങ്ങൾ വാങ്ങിച്ച് തന്നു എന്ന് പുറത്ത് വേറൊരാളോട് പറയരുത്. പറയില്ല കേട്ടോ, ഒരിക്കലും പറയില്ല. അതാണ്. പിന്നെ ആ പണ്ട് സ്വത്തോകരി വെക്കുമ്പോൾ ഞാനും ഏട്ടനും തമ്മിൽ വാക്ക് തർക്കവും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അന്നേരം ഉണ്ടായിട്ടില്ല. ആ പകയൊന്നും നീ മനസ്സിൽ വെച്ച് വെക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നു. അത് മനസ്സിൽ വെക്കും. അങ്ങനെ മനസ്സിൽ വെക്കാതിരിക്കും. അച്ഛനും നിങ്ങൾക്കും വേറെ വേറെ ഓഹരി വെച്ചപ്പോ കുറ്റി അടിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പൊ നിങ്ങളെന്താ കാട്ടിയത്? കുറ്റിയൊക്കെ വേണ്ട കേട്ടോ, ആ കുറ്റി നമുക്ക് പിന്നെ അടിക്കാന്ന് പറഞ്ഞു. ആ അടിച്ചത് കുറേ കൂടി അപ്പുറം ഒരു കോലും കൂടെ മാറിയിട്ടാണ് നിങ്ങൾ കുറ്റി അടിച്ചത് അല്ലേ? അന്ന് ഞാൻ കുഞ്ഞല്ലേ. അയ്യോ വിവരമില്ലല്ലോ, അറിയാതെ പറ്റിപ്പോയി. അതറിയാതെ പറ്റും. എന്നാ ഇത് അറിയാതെ പറ്റണ്ട, അതാ പറഞ്ഞത്. അതില്ല, പറ്റൂല, ഒരിക്കലും പറ്റൂല. കാര്യമായിട്ട് തന്നെ കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യ ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു സംഖ്യ നിങ്ങൾക്ക് കിട്ടും, ബാക്കി ഞാൻ എടുക്കും. ഗവൺമെന്റിന്റെ ആനുകൂല്യമാണ് കിട്ടുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വക കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ട് റിസ്ക് ഇട്ടിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യണത്. വലിയത് നീ എടുക്കും. സാറേ, സാർക്ക് ഈ ശീതളിനെ അറിയോ? ശീതളനോ? ഏത് ശീതളൻ എനിക്കറിയില്ല. നിന്റെ അളിയൻ ശീതളിനെ അറിയില്ല? ഏത് അളിയൻ ശീതളൻ എനിക്കറിയില്ല. അപ്പൊ അളിയനും ചെറിയച്ഛനും ഒക്കെ പാടെ കൂടിയിട്ടാണ് ഇതിൽ കൈയിട്ട് മാന്തണതില്ലേ? ഏട്ടാ, അളിയൻ ശീതളിന്റെ വീട്ടിലേ ബാക്കിൽ കുറച്ച് മണ്ണ് വീണത് ഒരു തൂമ്പോണ്ട് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. അതിന് എത്ര ഇയാൾ നഷ്ടപരിഹാരം എഴുതിയത്? ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഞാൻ പോയിട്ട് അയാൾക്ക് എത്ര നഷ്ടം വന്നിട്ടുണ്ട് നോക്കിയിട്ട് ഞാൻ എൻ്റെ റിപ്പോർട്ട് ഗവൺമെന്റ് അയച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. 5 ലക്ഷം റുപ്യ നഷ്ടപരിഹാരം എഴുതിയത് ഞങ്ങൾ അറിയേണ്ടതാണ്. സാറേ, ഈ പൈസ എവിടെ നിന്നാണെന്ന് അറിയാമോ? ഇത് സർക്കാരിന്റെ ഖജനാവിലെ കാശല്ല. നാട്ടിൽ ഇങ്ങനെ ഒരു മഹാദുരന്തം ഉണ്ടായപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഉള്ളവനും ഇല്ലാത്തവനും അവനെ കൊണ്ട് കഴിയുന്ന സഹായം ഉണ്ടാക്കിയിട്ട പൈസയാണ്. കുറേ എണ്ണം ഗൾഫിൽ കിടപ്പുണ്ട്, അവിടെ കിടന്ന് വിയർത്ത് അവരധ്വാനിച്ച പൈസയുണ്ട് ഇതിൽ. അതെടുത്ത് സാറ് തോന്നിയ പോലെ അങ്ങ് ചെലവാക്കാന്നാ? എന്റെ സുഹൃത്തെ, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ എന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അറിയണ കാര്യമായിട്ടാണോ ഇയാൾ ഈ തമ്മാടിത്തരം ചെയ്യണത്? എത്ര സന്നദ്ധ സംഘടനകൾ തെരുവിലിറങ്ങി പിരിച്ച കാശുണ്ടെന്ന് അറിയതില്? ഒരു സ്ത്രീക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടിയ പൈസ പൊട്ടിച്ചു പോലും നോക്കാണ്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു പട്ടിണി കിടക്കാണ് ആ സ്ത്രീ. വികലാംഗന്മാരുണ്ടല്ലോ, അവർക്ക് കിട്ടിയ പെൻഷന്റെ കാശ് മുഴുവൻ അതുപോലെ കൊടുത്ത്. ഒരു കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവർ കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന കാശ് പോലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയണത്? ചെയ്തിടണോ? എന്റെ ദേഹത്ത് തൊടരുത്. അത് നിയമമല്ല. എന്ത് നിയമം? ഓഫീസറുടെ ദേഹത്തോടെ നിയമമില്ല.